ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ട ഡിയോ വണ്ടിയുടെ വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അതൊരു ബൈപ്പാസ് കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷേ വയറിംഗ് കിറ്റ് കംപ്ലയിൻ്റ് ആണ്. അത് നമ്മൾ മാറ്റി പുതിയത് തന്നെ വെക്കണം കേട്ടോ. കാരണം അതാണ് ഒരു സൊല്യൂഷനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തം നമ്മൾ പൊട്ടിച്ച് വെറുതെ ദീക്കടൊക്കെ കുറേ വയറിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ തൽക്കാലം സൊല്യൂഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല. ഇടയ്ക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്തോളാം കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നടക്കില്ല. റൈറ്റ് സൈഡിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ആ സ്വിച്ച് മാറ്റി അത് വർക്കിംഗ് ആക്കിയിടുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ് ബാക്കിലത്തെ തെളിയുണ്ടായില്ല. അപ്പോൾ ആ ബൾബ് മാറ്റിയിട്ടിട്ടുണ്ട്. ബാക്കിലത്തെ വയറിങ് കുറച്ച് പണിപ്പെട്ടു അപ്പോൾ കിട്ടാൻ. കാരണം ഞാൻ അതിൻ്റെ വയറിങ് ഉള്ളിൽ കട്ടായതാണ്. അപ്പോൾ നമ്മളത് കുറേ പൊട്ടിച്ച് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യുമ്പോൾ അത് വയറിംഗ് കിറ്റായിട്ട് മാറ്റി സെറ്റ് ചെയ്യണം. നിലവിൽ ഈ മോഡൽ വണ്ടിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വയറിംഗ് കിറ്റ് ഒരു സ്ഥലത്തും സ്റ്റോക്ക് വെക്കില്ല. നമ്മൾ ഇങ്ങനെ ആവശ്യത്തിന് ഓർഡർ കൊടുത്ത് വരുത്തിയെടുക്കലാണ് പതിവ്. സാധാരണ രീതിയിൽ 30 ദിവസം മുതൽ, ചുരുങ്ങിയത് 30 ദിവസം മുതൽ 45 ദിവസം വരെയൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഐറ്റം ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മുമ്പാവുകയാണെങ്കിൽ പെട്ടെന്ന് ഐറ്റം അവൈലബിൾ ആണെങ്കിൽ കിട്ടും. അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 40-45 ദിവസമൊക്കെ പ്രതീക്ഷിക്കേണ്ടി വരും കേട്ടോ. സാധാരണ രീതിയിൽ നമുക്ക് കിട്ടാനായിട്ട് സ്റ്റോക്കിലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കേസിലൊക്കെ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം കാലാവധി പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വെറുതെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെന്തെങ്കിലും ഓർഡറിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഐറ്റം വന്നതിനനുസരിച്ച് നിങ്ങൾ വിളിക്കുകയാണ്. ഇനി ബൈ ചാൻസ് നമുക്ക് മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ഇൻഫോം ചെയ്യാം. അങ്ങനെ കിട്ടാത്തൊരു കണ്ടീഷനാണെങ്കിൽ ഇൻഫോം ചെയ്യാം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരേണ്ടതായിട്ടും വരും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ അത് റെഡി ആക്കില്ല. ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല. നമ്മൾ താൽക്കാലികമായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണം. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും. ഇങ്ങനെ വരുമ്പോഴേ കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഇതൊക്കെ റിസ്ക്കാണ്. നമ്മൾ സെപ്പറേറ്റ് പുറമേ നിന്ന് ലൈനൊക്കെ കൊടുത്താണ് നിർത്തിയേക്കണേ. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. പിന്നെ നമ്മളോട് ആവശ്യപ്പെട്ട കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കണേ. ഓക്കെ.